And my critique has been of Mr. Modi and the BJP political party for their vision of an India that only has room for certain kinds of Indians. And his family is Muslim, I'm Muslim. And Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that is even the case. സംഭവം മോദി ഇൻക്രെഡിബിൾ ഒക്കെയാണ്, പക്ഷെ അത്ര വെടിപ്പല്ലാതാണ് നമ്മുടെ സൊഹ്റാൻ മംദാനി പറഞ്ഞത്. ഇതൊരു വട്ടമല്ല കേട്ടോ, ഇതിനു മുമ്പും നമ്മുടെ സൊഹ്റാൻ മംദാനി ഈ പച്ചക്ക് വന്നിട്ട് മോദിനെ ഊക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ നടന്നിട്ടുള്ള ഒരു ദീപാവലി പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂജയുടെ ഭാഗമായിട്ട് അവിടെ എത്തുന്ന സൊഹ്റാൻ മംദാനി കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്, ആൾ ഇൻക്രെഡിബിളും സംഭവം ഇന്ത്യ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മോദിയും അതുപോലെ തന്നെ BJP പാർട്ടിയും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കൺസിഡറേഷൻ കൊടുക്കുന്നത്, അതായത് ഹിന്ദുസിന് മാത്രം കൺസിഡറേഷൻ കൊടുത്താണ് ജീവിക്കുന്നത്, അതിൽ മറ്റ് മുസ്ലിങ്ങൾ താഴെപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് സൊഹ്റാൻ മംദാനി ഇന്നലെ കാര്യങ്ങൾ സംസാരിച്ചത്. ഇന്നെന്നല്ല, അതായത് പറയുന്നത് ഒരു വ്യക്തി ഒരു പറയുന്ന കാര്യങ്ങൾക്ക് അത്രയും സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തോടു കൂടി സംസാരിക്കുന്ന ആളാണ് സൊഹ്റാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സിറ്റി ആയിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയുടെ കൗൺസിൽ മേയർ ആവാൻ വേണ്ടിയിട്ട് ഇപ്പം പോളിംഗ് കഴിഞ്ഞ സമയത്ത് ഏകദേശം 50% അല്ലെങ്കിൽ 53% വരെ വോട്ടിംഗ് കിട്ടിയിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ജനറൽ ഇലക്ഷൻ വരുമ്പോൾ അത് ഈ മാസം വരികയാണ്, അടുത്ത മാസം വരികയാണ്. വരുന്ന സമയത്തേക്ക് ഇപ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പോളിംഗ് ഒരു ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഒരു എക്സിറ്റ് പോൾ, നമ്മുടെ ഇവിടുത്തെ എക്സിറ്റ് പോളൊന്നുമല്ല, അവിടുത്തെ പല എക്സിറ്റ് പോളുകളിലും ഇപ്പോഴും 50% വോട്ടിൻ്റെ മേലെ ഈ സൊഹ്റാൻ മംദാനി പിടിച്ചു നിൽക്കുന്നത് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വവും പിന്നെ പറയുന്ന കാര്യങ്ങളിലുള്ള സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് മാത്രമാണ് ആൾ ഇപ്പോഴും ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള മുസ്ലിം കാൻഡിഡേറ്റ്. എതിർവശത്ത് അതായത് ജൂത സിൻഡിക്കേറ്റ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ന്യൂയോർക്ക്. അവിടെ അവരുടെ കാൻഡിഡേറ്റ് ക്യുമോഡൊക്കെ എതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളത് സത്യമാണ്. ഏതായാലും സൊഹ്റാൻ ഇന്നലെ ദീപാവലിക്ക് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പോർഷൻ നമുക്കൊന്ന് കേൾക്കാം. Of Mr. Modi. And I've been critical of Mr. Modi because of the vision that I grew up with was of an India that was pluralistic, an India where everyone belonged, no matter their religion. And my critique has been of Mr. Modi and the BJP political party for their vision of an India that only has room for certain kinds of Indians. And it's part of a belief that pluralism is something to be celebrated, something to be strived for. And I also know that I'm running to be the mayor of New York City, 8.5 million people, many of whom may feel differently than me about Mr. Modi. And that's their right. And I will look to represent them all the same, because my responsibility is to them as New Yorkers, to ensure that they are safe, to ensure that they can afford this city, and to ensure that they are not just protected, but are celebrated in that same city. And in many ways, it's the lesson I've learned of being a part of. അതായത് കറക്റ്റായിട്ട് സൊഹ്റാൻ മംദാനിക്ക് അറിയാം എന്താണ് ഇന്ത്യയിലെ അവസ്ഥ എന്നുള്ളത്. ഇന്ത്യയിലെ BJP ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ പച്ചക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ പോലും പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ പല ആളുകൾക്കും ഇത്ര പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വീട്ടിൽ ED എത്തുമോ, മറ്റന്നാൾ NIA എത്തുമോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അപ്പം പിന്നെ നമുക്ക് പുറത്ത് അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് പച്ചക്ക് കാര്യങ്ങൾ പറയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. ഇനി ഇതാദ്യമായിട്ടല്ല സൊഹ്റാൻ ഇത് പറയുന്നത്. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാൾ വലിയൊരു സംഭവം സൊഹ്റാൻ പറഞ്ഞിരുന്നു. അതായത് മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ അല്ലെങ്കിൽ ഒരു സ്ലട്ടറാന്നാണ് പറഞ്ഞത്. ആളുകളെ കൊന്നൊടുക്കിയിട്ടാണ് ഗുജറാത്തിൽ പണ്ട് കലാപം ഉണ്ടാക്കിയിട്ടാണ് മോദി ഇങ്ങോട്ട്, അതായത് ഇപ്പം പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത് എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രസ്താവന. അതൊന്ന് കേൾക്ക്. President Narendra Modi, and this will go to you first. Come on, Lander of India. Yes. I was supposed to get Netanyahu, and he was supposed to get Modi. Didn't you even get the memo? You all get all of them. So Modi is holding a rally in Madison Square Garden. He wants to hold a joint press conference with you afterwards, reaffirming the strong bond between India and New York. Do you agree to the event? No. All right, Mr. Stringer? No. And Mr. Mamdani?
No, and I just want to say something here, which is that my father, his family comes from Gujarat in India, and his family is Muslim, I'm Muslim. And Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. And speaking. നിങ്ങൾ കേട്ടല്ലോ അല്ലേ, അതായത് മോദി ചെയ്ത അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്ക് എന്ത് എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്കറിയാം. ഒരു എമ്പുരാൻ മൂവി ഇറങ്ങിയപ്പോഴേക്കും ആരുടെയൊക്കെ കുണ്ടിയിലാണ് കുരു പൊട്ടിയത് എന്നുള്ളതും നമ്മൾ കണ്ടതാണ് അല്ലേ. അതിലെ ഈ പറഞ്ഞ ഗുജറാത്ത് കലാപത്തിൻ്റെ പോർഷൻസ് വെച്ചപ്പോഴേക്കും കുരു പൊട്ടിയ ആളുകളെ നമ്മൾ കണ്ടതാണ്. കാരണം ചരിത്രം എന്താണോ അതല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത ആളുകൾ ഇപ്പം പുതിയ ചരിത്രം ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്യും. പിന്നെ ഈ ആളുകളുടെ പഴയ ചരിത്രം കുത്തിപ്പൊക്കാണ്ടിരിക്കാൻ അത് മായ്ച്ചു കളയാനുള്ള എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം, ആ ഭരണത്തിൻ്റെ തലവന്മാരായിട്ടുള്ളവരാണ് നമ്മുടെ രാജ്യം ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ആളുകൾക്കറിയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് പലരും മിണ്ടുന്നില്ല. പുറത്തുള്ള ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോമാളി കഥാപാത്രമാക്കി നമ്മുടെ പ്രധാനമന്ത്രിനെ ഫോട്ടോഷൂട്ടിന് മാത്രമായിട്ട് വന്നു പോകുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട് ഇപ്പം ലോകത്തെ പല രാജ്യങ്ങളും. അതല്ലാത്തൊരു ഡിപ്ലോമസി വട്ടപ്പൂജ്യം അല്ലേ, ഒരു രീതിയിലുള്ള ഒരു നയതന്ത്രം എന്ന് പറഞ്ഞാൽ വട്ടപ്പൂജ്യം. മറ്റ് വിദേശകാര്യ എന്ത് വിനിമയങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് വട്ടപ്പൂജ്യത്തിൽ മാത്രം നിൽക്കുന്നു. പക്ഷെ നല്ല ഒരു 10-20 ക്യാമറാമാൻമാർ അവിടെയും ഇവിടെയും കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ നല്ല വെള്ള കളസും ഒക്കെ ഇട്ട് നമ്മളങ്ങോട്ട് ചെന്ന് ഫോട്ടോ എടുക്കും. ഇതല്ലാണ്ട് ഒരു തേങ്ങി നമുക്കില്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഇൻ്റർനാഷണൽ ന്യൂസുകളും നമ്മുടെ ജിയോ പൊളിറ്റിക്സും അറിയുന്ന ആളുകൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ആദ്യം ട്രംപിനെ നമ്മൾ പേടിപ്പിച്ചു, കണ്ണുരുട്ടി, അവസാനം നമ്മൾ കാല് കുത്തി മാപ്പ് കുത്തി നമ്മൾ കാലുകൊണ്ട് പിടിക്കാൻ പോവാണ്. നമ്മളിപ്പം റഷ്യൻ എണ്ണൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ഞങ്ങൾക്ക് തന്ന പണിയൊക്കെ തിരിച്ചെടുത്തോളണം എന്ന് പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ രാജ്യ തലവൻ. എന്താണെങ്കിലും കഷ്ടം.